ജാവ വന്നേക്കാണ്. നമ്മുടെ അടുത്തുള്ള കസ്റ്റമർ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് അവിടെ പഞ്ചർ ഒട്ടിക്കാൻ പോയിട്ട് അവിടെ മരുന്ന് അയച്ചു കൊടുത്തില്ല പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ വന്നേക്കാണ്. അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുത്തിട്ട് അവർ പഞ്ചർ ഒട്ടിച്ചിട്ട് വരും. ബാക്ക് വീലൊന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ ആ ബാക്ക് വീൽ അയക്കണ ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകണം. ഇന്ന് എയർ മോട്ടോഴ്സിൽ വേറൊരു പുതിയൊരു വണ്ടി കൂടി വന്നിട്ടുണ്ട്, ജാവ. സോ ജാവ ബൈക്കിന്റെ ടയർ പഞ്ചറായിട്ട് അത് മാറ്റാൻ പറ്റുന്നില്ല. സോ 2-3 ആരും അങ്ങനെ എടുക്കുന്നില്ല പഞ്ചർ വർക്ക്ഷോപ്പിൽ. സോ പഞ്ചർ വർക്ക്ഷോപ്പിൽ പോയിട്ട് പുള്ളി എടുക്കാണ്ട് അവസാനം ഈ ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ വന്നേക്കാണ്. സംഭവം ടയർ അഴിക്കണമെങ്കിൽ തന്നെ നല്ല പണിയുണ്ട്. ഇതെല്ലാം ഡിസ്ക് കമ്പൈൻ ബ്രേക്കാണ്, കണ്ടില്ലേ, ABS ബ്രേക്ക് സിസ്റ്റമാണ്. സോ ഇവിടെ നിന്ന് ഈ ടയർ അഴിക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. ബാക്ക് ടയറാണ് പഞ്ചർ അയക്കണത്. ബാക്ക് ടയർ പഞ്ചറാണ്. സംഭവം ട്യൂബ് ടയറാണ്. ട്യൂബ്ലെസ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അഴിക്കണമെങ്കിൽ ഈ ഡിസ്ക് മാറ്റണം. ഈ ഡിസ്കിൻ്റെ എല്ലാ സെക്ഷൻ അഴിച്ചിട്ട് പുറത്തേക്ക് എടുക്കണം. പക്ഷെ എന്തായാലും കിടിലം വ്യൂ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ജാവ ബൈക്കിൻ്റെ ടയർ റിപ്പയറിംഗ് ആണ്. അത് ടയർ റിമൂവ് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വേണം അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട്. നമ്മൊരു വെറൈറ്റി അനുഭവമായിരിക്കും. ജാവ ബൈക്കിൻ്റെ വീഡിയോസ് അങ്ങനെ റയറായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എങ്ങനെയാണ് പുള്ളി 1 by 1 ആയിട്ട് അഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെറിയ ഷാർട്ടിൻ ഡബിളൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കാനുണ്ട്. വെയിൽ അഴിക്കാം. അത് 22-ൻ്റെ 8 വെച്ച് അഴിക്കും. ടാക്സിൽ വെച്ച് തട്ടിക്കൊടുക്കണം. സ്കൂട്ടർ എന്തായാലും മതി. ABS ഉള്ള വണ്ടി കാരണം മിക്കവർക്കും അയക്കാൻ പേടിയാണ്. പാഡ് ചെറിയ ടൈറ്റ് ഉണ്ടാവും, ചെറിയ ജാമിങ്ങുള്ള. ഈ ചെയിനും എല്ലാം കൂടെ ഒരുമിച്ചാണ് അതിൻ്റെ. ഒരുമിച്ച് ഒറ്റ സോക്കറ്റ് എല്ലാം കൂടെ ഊരിയാലേ ഊരിപ്പോരുള്ളൂ. ഡിസ്കും എല്ലാം കൂടെ ഒരുമിച്ചാണ്. എൻ്റെ ഡിസ്കും ചെറിയ കംപ്ലൈൻ്റ് ആണ്. ട്യൂബ് വയ്ക്കണം. ഇനി അത് പഞ്ചറൊട്ടിക്കുന്ന ആൾക്കാരത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്മമാരെ ഒട്ടിച്ച് തരും. അപ്പോൾ അത് അതിൻ്റെ തിരിച്ചു കൊടുപ്പിക്കണം.
പഞ്ചർ ഒട്ടിച്ചിട്ട് ഇനി വരാം, എന്നിട്ട് അടുത്ത റെഡിയാക്കാം. ഇത് ഈ ടയർ അഴിക്കാൻ വേണ്ടി എല്ലാവർക്കും പേടിയാണ്. ഈ വേണ്ട ഫുൾ അഴിച്ച് പറിക്കുമ്പോൾ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആരും അഴിക്കില്ല. ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആരും അഴിക്കില്ല. അതുകൊണ്ട് അവർ എല്ലായിടത്തും ഇറങ്ങിയിട്ട് തിരിച്ചു ഇവിടെ തന്നെ വന്നോ. ആരും എടുത്തില്ല. തിരിച്ചു വന്നോ നമ്മുടെ കസ്റ്റമർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി പഞ്ചർ ഒട്ടിക്കുന്ന അവിടെ പോയിട്ട് ഒട്ടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യണ വീഡിയോ എടുക്കാം. പഞ്ചാബ് കൊട്ടിച്ചു. നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്.